നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ റെക്കോർഡിന്റെ ആയുസ് എത്ര? സ്വീഡിഷ് പ്രതിരോധ കോട്ട ഇടിച്ചു നിരത്തി ഫ്രഞ്ച് പടയോട്ടം. എംബാപ്പയ്ക്ക് ഡബിൾ, മുന്നിൽ മെസ്സി മാത്രം. ലോകകപ്പ് ഫുട്ബോൾ വലിയ ആവേശത്തിലാണ്. സ്വീഡിഷ് പ്രതിരോധ കോട്ട നിലം പരിശാക്കി ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് ഫ്രാൻസിന്റെ രാജകീയ പ്രവേശനം. സ്വീഡനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ആധികാരിക ജയമാണ് ഫ്രാൻസ് സ്വന്തമാക്കിയത്. കിലിയൻ എംബാപ്പയും ബ്രാഡ്ലി ബാർക്കോളയുമാണ് സ്വീഡിഷ് വല നിറച്ചത്. ഇതോടെ ഈ ലോകകപ്പിൽ 6 വീതം ഗോളുമായി 18 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകൾ നേടി 27-കാരനായ എംബാപ്പെ മുൻ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന 2ാമത്തെ താരമായി. 29 മത്സരങ്ങളിൽ നിന്ന് 19 ഗോൾ നേടിയ ലയണൽ മെസ്സിയാണ് 1ാമൻ. 45-ാം മിനിറ്റിലാണ് എംബാപ്പെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ നേടിയത്. കോർണറിൽ നിന്ന് ഫ്രഞ്ച് ഫോർവേഡ് ഉസ്മാൻ ഡെലയും ഒലീസയും പാസ് ചെയ്ത എംബാപ്പയ്ക്ക് നൽകിയ പന്ത് അദ്ദേഹം ഗ്യോകെറസിനെ കബളിപ്പിച്ച് മുന്നോട്ട് കയറി സ്വീഡൻ ഗോൾ കീപ്പർ സെറ്റർസ്ട്രോമിനെ കാഴ്ചക്കാരനാക്കി വലയിലെത്തിച്ചു. 53-ാം മിനിറ്റിലാണ് ബ്രാഡ്ലി ബാർക്കോള ഫ്രാൻസിന്റെ ലീഡ് ഉയർത്തിയത്. ബോക്സിന് പുറത്തു നിന്ന് പന്ത് കൈക്കലാക്കി ഒലീസെ നൽകിയ പാസ് സ്വീകരിച്ച് പിഴവ് കൂടാതെ ബാർക്കോള വലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. എംബാപ്പയുടെ ഡബിൾ 74-ാം മിനിറ്റിലായിരുന്നു. ഒലീസയുടെ മറ്റൊരു അസിസ്റ്റിൽ സ്വീഡിഷ് പ്രതിരോധ നിരയെ പിളർത്തി ഓടിക്കയറാൻ പാകത്തിൽ എംബാപ്പയ്ക്ക് നൽകിയ മനോഹരമായ പാസ് വലയുടെ മൂലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. ഇതോടെ ഫ്രാൻസിന്റെ കളി മെനഞ്ഞ മിഖായൽ ഒലീസെ ബ്രസീൽ മിഡ്ഫീൽഡർ ബ്രൂണോ ഗിമാറസിനെ മറികടന്നാണ് ഈ ലോകകപ്പിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നടത്തിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കി. ഗോൾ ലൈൻ സേവ് അമാദിന്റെ സമനില ഗോൾ. പക്ഷേ ഹാളണ്ടിനെ തടയാതെ എങ്ങനെ നോർവേയെ കീഴടക്കും? വൈക്കിങ്സ് തുടരും. ആദ്യ മിനിറ്റുകളിൽ ഫ്രഞ്ച് പ്രതിരോധ മേഖലകളിലേക്ക് അലക്സാണ്ടർ ഇസാക്കിന്റെ നേതൃത്വത്തിൽ സ്വീഡിഷ് പട തുടർച്ചയായി റെയ്ഡ് നടത്തി. 3-ാം മിനിറ്റിൽ വിക്ടർ ഗ്യോകെറസ് ഫ്രാൻസിന്റെ പ്രതിരോധ നിരയെ മറികടന്ന് അലക്സാണ്ടർ ഇസാക്കിനായി പന്ത് പിന്നോട്ട് കൈമാറി. എന്നാൽ ഇസാക്കിന്റെ സൈഡ് ഫൂട്ടഡ് ഷോട്ട് മൈക്ക് മെഗ്നൽ അനായാസം കൈയിലൊതുക്കി. 15-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ലഭിച്ച പന്ത് കൈക്കലാക്കിയ ഫ്രഞ്ച് ലെഫ്റ്റ് ബാക്ക് ലൂക്കാസസ് ഡിങ്കെ വലത് താഴ്ഭാഗത്തെ മൂലയിലേക്ക് ഷോട്ട് ഉതിർത്തെങ്കിലും സ്വീഡിഷ് ഗോൾ കീപ്പർ തടുത്തു. അതേസമയം മെസ്സിയോളം എത്തി കിലിയൻ എംബാപ്പെ. ഡബിൾ അടിച്ച് സ്വീഡനെ തകർത്തെറിഞ്ഞു. ആ റെക്കോർഡിന്റെ ആയുസ്. അതിനിടെ ഫ്രാൻസ് മധ്യവരിയിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് നൽകിയ പാസ് സ്വീകരിച്ച് കിലിയൻ എംബാപ്പെ അതിവേഗം കുതിച്ച് പന്ത് വലയിലെത്തിച്ചെങ്കിലും ഓഫ്സൈഡ് കെണിയിൽ കുടുങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ എംബാപ്പയുടെ ഗോളെന്ന് ഉറപ്പിച്ച ഷോട്ട് പോസ്റ്റിൽ തട്ടിയകന്നു. പിന്നാലെ മൈക്കിൾ ഒലീസെ പെനാൽറ്റി ബോക്സിനകത്ത് നിന്ന് തൊടുത്ത അതിമനോഹരമായ ബൈസൈക്കിൾ കിക്ക് പോസ്റ്റിൽ ഇടിച്ചു തെറിച്ചു. റീബൗണ്ടിൽ ഉസ്മാൻ ഡെംലെയിലെ വീണ്ടും ഗോൾ വല ലക്ഷ്യമാക്കി ഷോട്ട് എടുത്തെങ്കിലും ലക്ഷ്യം തെറ്റി പുറത്തേക്ക് പോയി. ആദ്യ പകുതിയിൽ 6 ഓൺ ടാർജറ്റ് ഷോട്ടുകൾ ഫ്രാൻസ് ഉതിർത്തപ്പോൾ 1 മാത്രമായിരുന്നു സ്വീഡന്റെ മറുപടി. പെനാൽറ്റി ഏരിയയിൽ നിന്നുള്ള 8 ഷോട്ടുകൾ ഉൾപ്പെടെ ആകെ 15 ഗോൾ അവസരങ്ങളാണ് ആദ്യ പകുതിയിൽ ഫ്രാൻസ് സൃഷ്ടിച്ചത്. ഫ്രഞ്ച് പട നിരന്തരം ആക്രമിച്ചു കയറിയതോടെ നിറം മങ്ങിപ്പോയ സ്വീഡന് ആകെ 3 ഗോൾ അവസരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. മത്സരത്തിലാകെ 12 ഓൺ ടാർജറ്റ് ഷോട്ടുകൾ ഉൾപ്പെടെ 25 ഗോൾ അവസരങ്ങളാണ് ഫ്രാൻസിന് ലഭിച്ചത്. ഇതിൽ 16 എണ്ണം പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ നിന്നായിരുന്നു. അതേസമയം 2 ഓൺ ടാർജറ്റ് ഷോട്ടുകൾ ഉൾപ്പെടെ ആകെ 6 ഗോൾ അവസരങ്ങൾ മാത്രമാണ് സ്വീഡന് ലഭിച്ചത്. 2026 ലോകകപ്പിൽ അർജന്റീനയുടെ ഇതിഹാസ താരം മെസ്സി ഇതുവരെ നേടിയത് 6 ഗോളുകൾ. സ്വീഡനെതിരെ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേട്ടത്തോടെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്കും ഈ ലോകകപ്പിൽ 6 ഗോളുകളായി. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. മെസ്സിയും എംബാപ്പയും നേർക്കുനേർ. ഒരാൾ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ മറ്റൊരാൾ തുടങ്ങിയിട്ടേയുള്ളൂ. ലോകകപ്പിൽ 6 എഡിഷനുകളിൽ നിന്ന് 19 ഗോൾ അടിച്ചുകൂട്ടിയ മെസ്സിയാണ് ടോപ്പ് സ്കോറർ. പക്ഷേ വെറും 3 ലോകകപ്പുകളിൽ നിന്ന് ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ 4ാമതെത്താൻ എംബാപ്പയ്ക്ക് സാധിച്ചു. എംബാപ്പെ ഇതുവരെ അടിച്ചുകൂട്ടിയത് 18 ഗോളുകൾ. ലോകകപ്പിൽ എക്കാലത്തെ വലിയ ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡ് എംബാപ്പയുടെ പേരിലാകാൻ ഇനി എത്ര മത്സരം കൂടി വേണം? അതാണ് അറിയേണ്ടത്. ഫിഫ റാങ്കിങ്ങിൽ മെസ്സി 2ാമത്, എംബാപ്പെ 3ാമത്, റൊണാൾഡോ അടുത്ത് എങ്ങുമില്ല. 1ാമൻ സർപ്രൈസ് താരം ലോകകപ്പ് നോക്കൌട്ടിൽ സ്വീഡനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രാൻസ് തകർത്ത് വിട്ടത്. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ബ്രാഡ്ലി ബാർക്കോളയുടെ ഗോളുകളുമാണ് ഫ്രാൻസിന് വമ്പൻ വിജയം നേടിക്കൊടുത്തത്.
മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്വീഡനും ഫ്രാൻസിനൊപ്പം ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ഗോളടിക്കാനുള്ള ഏതാനും അവസരങ്ങൾ മാത്രം രണ്ടാം പകുതിയിൽ സ്വീഡനും ലഭിച്ചു. പക്ഷെ അതെല്ലാം പാഴായി. മത്സരത്തിൽ ഫ്രാൻസ് 25 ഗോളവസരങ്ങളും 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും പായിച്ചപ്പോൾ സ്വീഡന് 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മാത്രമാണ് അവകാശപ്പെടാനുള്ളത്. സ്വീഡിഷ് താരം അലക്സാണ്ടർ ഇസാക്കിന്റെ ആക്രമണത്തോടെ മത്സരത്തിന് തുടക്കമായത്. ആദ്യ 15 മിനിറ്റുകളിൽ ഇതല്ലാതെ മറ്റ് കാര്യമായ ആക്രമണങ്ങൾ ഇരു ടീമുകളിൽ നിന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് സ്റ്റേഡിയം സാക്ഷിയായത് ഫ്രാൻസിന്റെ തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കാണ്. 16-ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം ലുക്കാസ് ഡിഗയുടെ ഷോട്ട് സ്വീഡിഷ് ഗോളി ജേക്കബ് വിദൽ സെറ്റർസ്ട്രോം തട്ടിക്കയറ്റി. 19-ാം മിനിറ്റിൽ സ്വീഡന്റെ പകുതിയിൽ നിന്ന് പന്തെടുത്ത ഫ്രഞ്ച് താരം ബ്രസ്ലി ബർക്കോള പെനാൽറ്റി ഏരിയ വരെ എത്തിയെങ്കിലും അവസാന നീക്കം പാളി. 20-ാം മിനിറ്റിൽ സ്വീഡിഷ് ഗോളിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും താരത്തിനെതിരെ ഓഫ് സൈഡ് വിളിച്ചത് തിരിച്ചടിയായി. 27-ാം മിനിറ്റിൽ ഫ്രഞ്ച് താരം അഡ്രിയൻ റാബിയോട്ടിന്റെ ഫൗളിൽ സ്വീഡന് അനുകൂലമായ ഫ്രീ കിക്ക്. എന്നാൽ ഈ അവസരം ഉപയോഗിക്കാൻ സ്വീഡന് കഴിഞ്ഞില്ല. 35-ാം മിനിറ്റിൽ സ്വീഡിഷ് ബോക്സിൽ നിന്ന് പന്ത് ലഭിച്ച ഫ്രഞ്ച് താരം മൈക്കൽ ഒലീസെ തകർപ്പൻ ഒരു ബൈസിക്കിൾ കിക്ക് എടുത്തെങ്കിലും പന്ത് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. ആദ്യ പകുതിയുടെ 45-ാം മിനിറ്റിൽ എംബാപ്പെ ഫ്രാൻസിന് മുന്നിലെത്തിച്ചു. ഡെംബെലയുടെ അസിസ്റ്റിൽ നിന്നാണ് എംബാപ്പെ 2026 ലോകകപ്പിലെ 5ാം ഗോൾ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ ഇലിയറ്റ് സ്ട്രോട്ടിലൂടെ സ്വീഡൻ ഗോൾ മടക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല. അതോടെ ആദ്യ പകുതിയിൽ 1-0 ഫ്രാൻസിന് മുന്നിൽ. ഫ്രഞ്ച് താരം ഒറേലിയൻ ചുവേമേരിയുടെ ഗോൾ ശ്രമത്തോടെ രണ്ടാം പകുതി ആരംഭിച്ചത്. തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 53-ാം മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കോള ഫ്രാൻസിന്റെ ലീഡ് 2-ആക്കി ഉയർത്തി. ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു നിന്ന് തുടങ്ങിയ നീക്കത്തിനൊടുവിൽ മൈക്കൽ ഒലീസെ ബോക്സിന് പുറത്തുനിന്നും ബ്രാഡ്ലി ബാർക്കോളയ്ക്ക് പാസ് നൽകി. തകർപ്പൻ ഒരു ഷോട്ടിലൂടെ ബ്രാഡ്ലി പന്ത് വലയിലെത്തിച്ചു. സ്കോർ ഫ്രാൻസ് 2 സ്വീഡൻ 0. മത്സരം 60 മിനിറ്റിലേക്ക് എത്തുമ്പോൾ കളിയുടെ നിയന്ത്രണമെല്ലാം ഫ്രാൻസിന്റെ കയ്യിലായി കഴിഞ്ഞു. 65-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ കൗണ്ടർ ആക്രമണത്തിൽ പന്ത് വീണ്ടും സ്വീഡിഷ് ബോക്സിലെത്തി. എന്നാൽ മൈക്കൽ ഒലീസയുടെ ഷോട്ട് പോസ്റ്റിന് ഭീഷണിയാകാതെ പുറത്തേക്കാണ് പോയത്. ഗോൾ പിടിക്കുക ലക്ഷ്യമിട്ട് രണ്ടാം പകുതിയിൽ ടാഹ അലിയെയും വെസ്വോട്ട് സെനലിയെയും സ്വീഡൻ ഇറക്കി നോക്കി. എന്നാൽ ഫ്രാൻസിന്റെ തുടർ ആക്രമണങ്ങളിൽ സ്വീഡന്റെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഫ്രാൻസ് 3 ഗോളുകൾക്ക് മുന്നിൽ. അതോടെ ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ എണ്ണത്തിൽ എംബാപ്പെ മെസ്സിക്കൊപ്പം എത്തി. ഇരുവരും 6 ഗോളുകൾ വീതമാണ് ഇതുവരെ അടിച്ചുകൂട്ടിയത്. അസിസ്റ്റുകളുടെ എണ്ണവും കൂട്ടിയാൽ എംബാപ്പെയാണ് മെസ്സിക്ക് മുന്നിലുള്ളത്. ലോകകപ്പിൽ കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരങ്ങളിൽ മൈക്കൽ ഒലീസെ ഒന്നാമതുണ്ട്. 5 ഗോളുകൾക്കാണ് താരം വഴിയൊരുക്കിയത്. 3 ഗോളുകളുടെ ആധിപത്യം ഉണ്ടായിട്ടും മത്സരത്തിന്റെ ശേഷിക്കുന്ന നിമിഷങ്ങളിലും ആക്രമണം തന്നെയായിരുന്നു ഫ്രാൻസിന്റെ ആയുധം. രണ്ടാം പകുതിയിൽ 4 മിനിറ്റാണ് ഇഞ്ചുറി ടൈമായി റഫറി അനുവദിച്ചത്. ഇഞ്ചുറി ടൈമിൽ സ്വീഡനായി 1 ഗോളെങ്കിലും നേടാൻ മതിയാസ് സ്വാൻബർഗ് ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് ഗോളി മൈക്ക് മെക്ടൻ അത് തടഞ്ഞിട്ടു. ഇതോടെ 3-0 വിജയിച്ച് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. അടുത്ത ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ പാരഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. അതേസമയം തണുപ്പൻ തുടക്കത്തിന് പിന്നാലെ 3 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ വീഴ്ത്തി നോർവേ പ്രീ ക്വാർട്ടറിൽ 1-2 ഗോളുകൾക്കാണ് നോർവേയുടെ ജയം. അന്റോണിയോ ന്യൂസയുടെ ലോങ് റേഞ്ചർ ഗോളിന് അമത് ഡിയാലോയിലൂടെ ഐവറി കോസ്റ്റ് മറുപടി നൽകി. എന്നാൽ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലിന്റെ നിർണായക ഗോളിൽ സമനില ഭേദിച്ച് നോർവേ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. പ്രീ ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.